പ്രാഞ്ചേട്ടൻ എന്തെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണേ? എന്തെങ്കിലും ഒന്നും മിണ്ട്. നിന്നോട് മിണ്ടണ കാര്യം അവിടെ കിടക്കട്ടെ. നീ ആയിട്ടുള്ള കമ്പനി വേണമെന്ന് ഞാനിപ്പോൾ ആലോചിച്ചിട്ടിരിക്കുക. കാരണം നിനക്കറിയില്ലേ ഇന്നലെ എന്താണ്ടായി? എന്തുണ്ടാവാൻ? നീ ഇന്നലെ രാത്രി കുടിച്ച് ഫിറ്റായിട്ട് ആ കുട്ടന്റെ ചായക്കടയിൽ നിന്നിട്ട് തുണി അഴിച്ചിട്ട് നാടിന്ന് പറഞ്ഞിട്ടല്ലോ. ഞാനും കേട്ടു. കേൾക്കേ, അതിന് കാരണക്കാരൻ ഞാനടിച്ചാലേ നമ്മളായിട്ടുള്ള കമ്പനി ഇനി വേണ്ടാട്ടാ. പ്രാഞ്ചേട്ടൻ എങ്ങനെയാ കാരണക്കാരനാവണേ? നമ്മള് രണ്ടാളും കൂടിയിട്ടല്ലേ രണ്ടെണ്ണം വീശാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരുന്നല്ലേ? അതെ, കറക്റ്റ് രണ്ടെണ്ണം വീശിട്ട് ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്തിനാടാ നീ ആ ഫുള്ള് മുഴുവൻ ഇവിടെ ഇരുന്ന് അടിച്ചു തീർത്തേ? പ്രാഞ്ചേട്ടാ, അങ്ങനെ സംഭവിച്ചു. നിവർത്തികേടാ. ആ ദശവി വെള്ളപ്പോഴും 2 പെഗ്, അതല്ല നമ്മുടെ കരാറ്. അതെ. പിന്നെ എന്തിനാടാ നീ ആ ഫുള്ള് മുഴുവൻ ഇവിടെ ഇരുന്ന് അടിച്ചു തീർത്തിട്ട് തുണി അടിച്ചിട്ട് ആടിയത്? തുണി ഞാൻ തലേ കെട്ടിയെങ്കിലും ട്രൗസർ ഇട്ടിട്ട് ന്യൂ ജനറേഷൻ ഗെറ്റപ്പിലെ ഞാൻ കിടന്ന് നടന്നിരുന്നത്. അതൊക്കെ പോട്ടെ, ആ കുപ്പി കാലിയാവാനുള്ള സാഹചര്യം പ്രാഞ്ചേട്ടൻ മനസ്സിലാക്കണം. എന്തുട്ടാ സാഹചര്യം? നിന്റെ ഭാര്യ പണങ്ങി പോയാ? അതല്ല പ്രാഞ്ചേട്ടാ, കുപ്പിയുടെ മൂടി കാണാനില്ല. എന്തുട്ടാന്ന്? അല്ല, നമ്മളെ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ ആ ഫുള്ളിന്റെ മൂടി കാണണ്ടേ? ഞാൻ കൊറേ തെരഞ്ഞു, കണ്ടില്ല. പിന്നെന്തുട്ടാ ചെയ്യാ? കളയാൻ പറ്റുമോ? ഞാനതെടുത്ത് കമത്തി. അത് വീട് പ്രാഞ്ചേട്ടാ, ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇനി എന്താ പ്ലാൻ? ബാക്കി അടുത്ത ആഴ്ച അടിക്കാന്നൊക്കെ ആയിരുന്നു പരിപാടി. ഇതിലാവട്ടെ നിന്റെ ത്യാഗൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലേ കുറച്ചു നാളത്തേക്ക് ഇനി വെള്ളടി ഇല്ലാട്ടാ. ഞാനും അതങ്ങോട്ട് പറയാൻ വിചാരിച്ചിരിക്കും. നമ്മുടെ തലർച്ച പിള്ളേരുണ്ടല്ലോ, ഇന്നലത്തെ എന്റെ ട്രൗസർ പെർഫോമൻസ് വാട്സാപ്പിലിട്ട് വൈറലാക്കി. ഗൾഫിൽ നിന്നൊക്കെ എന്തോരം കോള വന്നേ. നാണക്കേട് എന്നിട്ട് അശാവി. എന്തൊട്ട് നാണക്കേട്? ഞങ്ങളെപ്പോലുള്ളവരെ ഇപ്പോഴത്തെ ഹീറോസ് കേട്ടിട്ടില്ലേ? മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തോ കുറ്റം ചെയ്തു ഞാൻ തന്നെ. പ്രാഞ്ചേട്ടാ, ഏപ്രിൽ ഫൂളാ വരണേ, നമ്മക്കൊന്ന് തകർക്കണ്ടേ? എന്തുട്ട് തകർക്കണേ? ആരെങ്കിലും പറ്റിക്കണ്ടേ? അതല്ലൊരു രസം. ആരെങ്കിലും പറ്റിക്കണ? നിന്നാരെങ്കിലും പറ്റിക്കാണ്ട് നോക്കിയോ? പ്രാഞ്ചേട്ടാ, ജീവിതം എന്ന് പറഞ്ഞ എന്തുട്ടാ? ഓരോ നിമിഷവും സംഭവ ബഹുലമാക്കണം. നല്ലതോ പൊട്ടെ എന്തെങ്കിലും ആവട്ടെ, സംഗതി ഒരു ചലനം ഉണ്ടാക്കണം നമുക്ക്. ഏപ്രിൽ ഫൂളേ ഇത്ര പാടുപെട്ടിട്ട് കണ്ടുപിടിച്ചെന്തുട്ടാ? നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പറ്റിക്കാനാ. നമുക്കൊരു കാര്യം ചെയ്താലോ? നിന്റെ അപ്പനെ പറ്റിച്ചാലോ? അങ്ങനെ ഞാനെന്നും പറ്റിക്കാറില്ല. അതിൽ പുതുമല്ലേ? നിങ്ങളുടെ വീട്ടിലുള്ള അംഗസംഖ്യ കൂടുതല്, നമുക്ക് കുരുവേട്ടനെ പറ്റിച്ചാലോ? എന്നിട്ട് വേണം കുരുവേട്ടൻ. ഒന്നും ഉണ്ടാവില്ല. ഏപ്രിൽ ഫൂൾ ആവുമ്പോ അതൊക്കെ ഉണ്ടാവും. അത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലേ മനസ്സിന് പ്രായം കൂടിയെന്നാ പറയാ. കുട്ടിത്തം വരണം. വെറുതോ? ശരീരത്തിന് പ്രായായാലും മനസ്സിന് പ്രായമാവാൻ ഞാൻ സമ്മതിക്കില്ല. വെറുതോ? അപ്പൊ എന്താ പ്ലാൻ ചെയ്യാൻ പോണേ? എന്താ വേണ്ടേ? എന്തുട്ട് ചെയ്യണ്ട? നമുക്ക് ഒരു വെറൈറ്റി വേണം. അവര് ശരിക്കും ഞെട്ടണമെങ്കിൽ വീട്ടിൽ പടക്കം പൊട്ടിക്കേണ്ടി വരും. ഐഡിയ. 2 ഭീകരന്മാർ പാണങ്ങാടൻ തറവാടിന്റെ ഗേറ്റ് കടന്നു വരുന്നു. നമ്മളും മുഖമൂടിയൊക്കെ ധരിച്ച് ഭീകരന്മാരുടെ വേഷത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവര് ശരിക്കും വിറക്കാൻ ഐസ് ഇട്ട് കൊടുക്കേണ്ടി വരുമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ അവര് വിറയ്ക്കൂലേ?
നിങ്ങക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പണവും ആഭരണങ്ങളുമാണ്. അതൊക്കെ ബാങ്കിലാണ് ചേട്ടാ. ചെന്ന് തരേടാ. എങ്ങടെ പോയേക്കണേ? എനിക്കറിയില്ല, കാലത്ത് എങ്ങോട്ട് പോയതാ. സംസാരം വേണ്ട. ഇവിടെ പോയി ഇവിടെ വര്. അവരിവിടെ ഒന്നുമില്ല. ഇപ്പൊ ഇനി ഇവര് ആരെങ്കിലും ഏപ്രിൽ ഫുൾ ആക്കാൻ പോയിണ്ടാവോ? എന്താ ഫോട്ടോ എടുക്കാതിരിക്കാൻ? ഇംഗ്ലീഷിൽ പറഞ്ഞവർക്ക് മനസ്സിലായില്ല ഒന്നുകൊണ്ട് മലയാളത്തിൽ പറ. കൈപോക്ക്. എന്തൊരു പ്രതികരണം അല്ലാണ്ട് നമ്മളെ കണ്ടിട്ട് കള്ളന്മാരെന്ന് തോന്നണില്ലേ? ലുക്കില് കുഴപ്പമൊന്നുമില്ല. പേടിപ്പിച്ചോക്കാം. ഞങ്ങൾ കൊള്ളക്കാരാണ്, മനസ്സിലായില്ലേ? കൈപോക്ക്. എന്താ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കൂ പ്ലീസ്. ഞാൻ പറയലടാ, അതൊരു കോമൺ സെൻസ് ഇല്ലാത്ത ടീമാന്നേ. ഒന്നും നടക്കണ കാര്യമല്ല. കഴിക്കാല്ലേ പ്രാഞ്ചാണ്. ഏപ്രിൽ ഫുള്ളായിട്ട് വന്നാ. ഏപ്രിൽ ഫുള്ളിന്റെ പേരും പറഞ്ഞ് കുടുംബത്തിൽ വന്ന് ആളെ പഠിപ്പിക്കടാ. കണ്ട ആൾക്കാരെ കൂട്ടിട്ട് വരങ്ങടേ. ഏതാൾക്കാർ ഇത് മറന്നുല്ലേ? അപ്പൊ അവരോ? ആര്? ആരത്? അനങ്ങി പോകരുത്. അനങ്ങി പോകരുത്. മിണ്ടരുത്, അനങ്ങി പോകരുത്. അവിടെ എവിടുന്ന് അവർക്ക് പൊട്ടണ തോക്ക് വാടക കിട്ടിയാണോ? വേണ്ട. അണ്ണാ, അലമാരയുടെ താക്കോൽ വെച്ച് തുറക്കാൻ പറ്റണില്ലേ? അലമാരയുടെ താക്കോൽ എടുക്ക്. ഏതലമാരുടെ? എല്ലാ അലമാരുടെയും. ഞാനെടുത്തു തരാം. വേണ്ട, നിങ്ങൾ വേണ്ട. സ്ത്രീകളിൽ ആരെങ്കിലും വന്നാൽ മതി. അത് പറ്റില്ല, ഞങ്ങളിലൊരാള് വരാം. പറഞ്ഞതനുസരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം, തനിച്ചു വരില്ല. നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടോ? ജീവനിലൊക്കെ കൊതിയുണ്ട്, എന്നാലും പെണ്ണുങ്ങളെ തനിച്ച് പറഞ്ഞു വിടാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളായിട്ട് കൊന്നോ. ശരി ശരി, എന്നാ ഇയാൾ വന്ന് കാണിച്ചു തരട്ടെ. ഞാൻ ഈ വീട്ടിലല്ല. പിന്നെ നീ ഏത് വീട്ടിലെ ആളാ? ഒരു അപകടം വരുമ്പോ ഒഴിഞ്ഞു മാറണോ അനുജ? വീട്ടിലുള്ളത് ചേട്ടന്മാരെ ചേട്ടത്തിമാരെ ഒരു അപകടം വന്നപ്പോ എനിക്കിട്ടെന്നെ താങ്ങല്ലേ. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഈ വീട്ടിലെ ആളല്ല. നീ നടക്കുന്നോ അതോ? ഞാനിത് എവിടുന്ന് എടുത്തിട്ട് ഈ താക്കോല് വരണേ? ഈ തോക്കിലുണ്ട്. നടക്കാനാണ് പറഞ്ഞത്. എന്ത് കഷ്ടം നോക്കി. നടക്കണം. നടക്ക്. അനങ്ങരുത്. അതെ സാറേ, ശരിക്കും നിങ്ങൾ ആരാ മെയിൻ ഗുണ്ട? നീ താക്കോല് കാട്ടി താടാ. അതൊക്കെ കാട്ടിത്തരാ. ഇത് പറയടാ. ഞങ്ങൾ രണ്ടാളും മെയിൻ ഗുണ്ടകളെ. അതെങ്ങനെയാ ശരിയാവാ? ഒരാളിലെ നേതാവുള്ളോ? ആ നിക്കണ ആളാണോ മെയിൻ ഗുണ്ട? ആണെങ്കിൽ അയാൾക്ക് അതിനുള്ള ലുക്കില്ല. ലുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള നീ തീരുമാനിക്കണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. സാറിന്റെ കയ്യില് തോക്കുണ്ട്, മറ്റോന്റെ കയ്യിലില്ല. അപ്പോ അങ്ങേര് ഒരു സഹായി, സാറ് മെയിൻ, ഞാൻ സാറിന്റെ സഹായവാ. അത് ശരിയാവില്ല. കൈയെടുക്കടാ, കൈയെടുക്കടാ. അതൊന്നും ശരിയാവില്ല.
ഞങ്ങളെന്നെ ശരിക്കും പഠിച്ചു വരുന്നുള്ളൂ. ഈ തോക്ക് എവിടുന്ന് സംഘടിപ്പിച്ചേ? ഇതൊരു അമേരിക്കക്കാരന്റെ വീട്ടിൽ നിന്ന് പൊക്കിയതാ. അതെയോ? ഒരു ഉന്നമില്ല. നേരത്തെ നിന്നെ വെടി വെച്ച് വേറെ എന്താണ് പൊട്ടി താഴ്ത്തുകൊണ്ട്. കർത്താവേ, ഉന്നില്ലാത്ത ആളാണ് ഈ തോക്കും കൈ പിടിച്ചെടുക്കണേ. ഞാൻ പിടിച്ചോളാം. നീ ആവശ്യത്തിലധികം കൂടുതൽ സംസാരിക്കുന്നു. വേണ്ട. അതെ, ഞാനേ സത്യത്തില് ഇവിടുത്തെ ആളല്ല. ഈ തോക്കിൽ ഇനിയുണ്ട്. വെടിവെച്ച് തൂളിച്ചളി പോയി എടുക്കട താക്കോല്. അമ്പടാ എടുക്കടാ. ഇതെവിടെ പോയിട്ട് എടുക്കട, വേഗം എടുക്കടാ. ഇങ്ങേർക്ക് അവിടെ നിന്ന് ഓരോന്ന്. അതെ, ഒരു താക്കോല് കിട്ടോ? തുറക്ക്. എവിടെയെന്ന് വെച്ചിട്ട് എടുക്കടാ. എടുക്കാന്ന് പറഞ്ഞ ഞാൻ എടുത്തു വെച്ചിട്ടൊന്നുമില്ലേ. എന്റെ കർത്താവേ, ഞാനിത് എവിടെ തപ്പുക? ഒരു താക്കോല് തനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും? നിന്നെന്ന് ഒട്ടിക്ക് ഞാനെന്ന് ഇല്ലാത്ത ഞാൻ എവിടുന്ന് സംഘടിപ്പിക്കണേ? നീ വെച്ച താക്കോലല്ലേ, നോക്കിയെടുക്കടാ. കഷ്ടം. ഇതിന് പിടിയില്ലോ. കഷ്ടം. മക്കളെ, നിങ്ങളെന്താ വിടാ? നിങ്ങളെ നല്ലൊരു പണി കൊടുത്തിട്ടാ വന്നിരിക്കണേ. ഏപ്രിൽ ഫുള്ളായിട്ട് അവളെ ഞാൻ മറ്റത്തേക്ക് വിട്ടിരിക്കുക. അവളുടെ ഒരു അനിയത്തി ഇന്ന് ശോശാമ്മ അവളെ പെട്ടിയോട്ടൽ തട്ടിന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ അങ്ങോട്ട് വിട്ടിരിക്കുക. കേട്ട പാതി കേൾക്കാത്ത പാതി അവള് വിട്ടു. എന്തുണ്ട്? ഏപ്രിൽ ഫുള്ളായിട്ട് നാടകത്തിന് വല്ലതും പോണ്ടടാ? എന്തുകൊണ്ടത്? ഇത് ഞങ്ങളുടെ ഇളയപ്പനാ. ഇളയപ്പ തീവ്രവാദികളെ വരെ ഒരാളകത്തുണ്ട്, ഇളകിയ വെടി വെക്കും. എന്നാ ഞാൻ പോട്ടെ ബ്രാഞ്ച്. അനങ്ങി പോകരുത്, ഒന്ന് കളഞ്ഞ. നീ ഒന്ന് കൈയെടുത്തരേ. അനങ്ങരുതെന്നാ പറഞ്ഞേ. ഏപ്രിൽ ഫുള്ളാക്കിയില്ലേ? ഏപ്രിൽ ഫുള്ളാക്കിയവരും ഇതിലുണ്ട്. അനങ്ങി കൊന്നു കളഞ്ഞ. നടക്ക്, നടക്കടാ. ഇയാൾക്ക് താക്കോൽ എവിടെ അറിയില്ലെന്ന്. ഈ തല തെറിച്ചവനും ഇവരുടെ കൂട്ടാണല്ലേ എന്റെ വെറുതോ. ആ ഏളപ്പാ, നിങ്ങക്കറിയാലോ എന്നെ. ഞാൻ ഈ വീട്ടിലാണോ? നീ എപ്പോ നോക്കിയാലും ഇവിടെ തന്നെയല്ലടാ. എന്നിട്ടാണോ നീ ഇവരെ കൂടെ കൂടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ? ഞാൻ ഇവിടുത്തെ ആരാ അത് പറഞ്ഞു കൊടുക്ക. നീ ഇവിടുത്തെ എല്ലാം എല്ലാം അല്ലടാ. എന്നിട്ടാണോ നീ ഇങ്ങനെ? ശരിക്ക് നോക്കടാ, നോക്കടാ. ഒരു താക്കോല് കിട്ടിണ്ട്. ഇതാവൂലേ? ഇതാവോ? നോക്കാം, നോക്കാട്ടാ. ഇതന്നെയാവോ? ആവും. ഒരു കാര്യം പറയാം, ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താണ്? നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവണ്ട. ഞാൻ ഈ വീട്ടിൽ ആരും അല്ലടോ. അതെനിക്ക് മനസ്സിലായി. നീ വേഗം പോയി സാധനം എടുത്താടാ. നടക്കടാ. എവിടെയാ വെച്ചിരിക്കുന്നത്? ഇത് എവിടെയെങ്കിലും ചെന്ന് തുറക്കേണ്ടത്. അതിനിങ്ങനെ തൊള്ളർന്നെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ പൊട്ടിക്ക് ഞാൻ. നടക്കടാ. എവിടെയുണ്ടോ? വായോ. ആ, ഇവിടെയാണോ? ആ, ഇത് പറ്റില്ലേ? തുറക്ക്. തുറക്കല്ലേ? എന്തുടനെ നീ കാണിക്കണേ? തുറക്കാൻ പറ്റണ്ടേ? മറ്റേ കാര്യം പറയണ്ടോ? ഏത് മറ്റേ കാര്യം? ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. ഞങ്ങളോടൊന്ന് വിളിക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് പറഞ്ഞോ. ആരും പറയണ്ടട്ടാ, നമ്മളെ കൊന്നാലും ശരി പറയണ്ട. ഞങ്ങൾ മരിച്ചു കഴിയുമ്പോ ഞങ്ങളുടെ പിള്ളേർക്ക് അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാ പിന്നെ ആ സ്ഥലത്തിന്റെ കാര്യം എങ്ങനെ അറിയും? ആ സ്ഥലമൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. എടാ, ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട, മര്യാദക്ക് പറഞ്ഞോ. എന്താ സംഗതി? സാറേ, ഞങ്ങൾ സ്വർണ്ണമൊന്നും ആൾമാരിൽ വെക്കാറില്ല. പിന്നെ എവിടെയാ?
അത് നേരത്തെ പോലെ ഞങ്ങളുടെ അനുജൻ വർദ്ധു അവൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുക. അത് ശരി. എന്താ ദേ വരുന്നു. താക്കോല് കിട്ടി. കൈ പറിച്ചിട്ട് ഇവനെ തുറക്കാൻ പറ്റില്ല. എന്റെ കൈയല്ല അലമാര വരക്കണേ. നീ ആൾമാരിന് വരപ്പിക്കും, നീ മറ്റത് പലതും വരപ്പിക്കും. വാട്സാപ്പിലൂടെ എന്റെ മോൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതാണല്ലേ നിങ്ങളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ട മുഖപരിചയം. നിങ്ങളും കണ്ടൂലേ? എന്ത് കുന്തം. ഏയ് ഈ വീട്ടിൽ സ്വർണം കുഴിച്ചിട്ടിരിക്കുന്ന എവിടെയാണ്? വർദ്ധു നിന്നെ കൊന്നാലും നീ പറയരുത്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഇവിടുത്തെ അല്ലല്ലോ. ആനിയാ? ഓ എന്തൊരു സ്നേഹം. കാണിച്ചു താടാ. എന്ത് കാണിച്ചു തരാനാ? അങ്ങനെ തന്നെ പറയണ വർദ്ധോ. എന്നെ ഇവര് കൊല്ലും. ഈ വീടിന് വേണ്ടി നിന്റെ ജീവൻ പോയാൽ നമ്മുടെ അപ്പൻ സന്തോഷിക്കും. നമ്മുടെ അപ്പനാ? നിന്റെ അപ്പനാണ് അപ്പൻ ഉദ്ദേശിച്ചേ. സാറേ അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ഇവന് തോക്കൊക്കെ പുല്ല് വലിയ. എവിടെയാണ് സ്വർണം വെച്ചിരിക്കുന്നത്? എന്നെ കൊന്നാലും ഇളയപ്പനൊന്നും ചെയ്യരുത്. ഞാൻ കാണിച്ചു തരാം. ഇളയപ്പനെ വിട്. നിനക്ക് വിഷമമുണ്ടല്ലേ? മാതാവേ എനിക്കിത് സഹിക്കണില്ലല്ലോ. നനഞ്ഞോളത്ത് കുഴിക്കല്ലടാ. ആ ഇനി കുഴിക്കന്നെ രക്ഷയുള്ളൂ. ഞങ്ങൾ ആ നിധി കുഴിച്ചിട്ട് എവിടെ? അത് പലയിടങ്ങളിലായിട്ടാണ് കുഴിച്ചിട്ടുള്ളത്. ഒന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ ആ ഇവിടെ ഉണ്ട്. എടാ നീ അകം കേടുവരുത്താനുള്ള പരിപാടിയാണോടാ? എന്നെ കൊണ്ട് ഇത് ചെയ്യന്നെ. സാറേ ഇത് എവിടെ എല്ലാം കുഴിച്ചിട്ടിരിക്കണേ? ഇവന്റെ വീട്ടിലാ. ആ ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് വേറെ വീടുണ്ടെന്ന്. വേറെ വീടുണ്ടെന്ന് പറഞ്ഞാ ഈ വീടിന്റെ തന്നെ വിറക് വരെയാണ്. അവിടെയാണ് ഞാൻ കിടക്കണേ. അവന്റെ മനസ്സിലിരിപ്പോണ്ട് അവിടെ കിടക്കേണ്ടി വന്നേ. സാറ് കണ്ടിട്ടില്ലേ വാട്സാപ്പിലും ടിവിയിലൊക്കെ ഇവനെ? അത് ശരി. നടക്കണം. തുറന്നു കാണിച്ചാടാ. എവിടെ സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നത്? നടക്കടാ. അവരും നടക്കാൻ. ഞങ്ങൾ വരണ. എല്ലാവരും നടക്കാം. അയ്യോ എല്ലാവരും നടക്കാം. ഞാൻ വയസ്സായ ആളാ സാറേ. സാറേ നല്ല ആഴത്തിലാ കുഴിച്ചിട്ടിരിക്കണ കേട്ടാ. എനിക്ക് തനിച്ച് കളിച്ചായിരുന്നു ശരിയാവില്ലേ? നിങ്ങൾ 3 പേരും കൂടി കളിക്കടാ. അതെങ്ങനെ ശരിയാവാ? ഒരു മമ്മട്ടിയിലുള്ളോ? 3 പേരെങ്ങനെ അതുകൊണ്ട് കളിക്കാ? അപ്പുറത്തെ വീട്ടില് ആ മമ്മദ് കട അവിടെ മമ്മട്ടി ഉണ്ട്. അവിടുന്ന് വേണമെങ്കിൽ ഞാൻ അവരുടെ അടുത്തോണ്ടരാ. ഞങ്ങൾ അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് കരുതിയോ നിങ്ങള്? മമ്മൂക്കാടെ വീട്ടിൽ കൈക്കോട്ട് മമ്മൂട്ടി ഇല്ലാന്ന് സാറുമാർക്ക് അറിയാൻ ബ്രാഞ്ചിയെ. അതുകൊണ്ട് സാറേ ഞാൻ പോയിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാം. ആണെങ്കിൽ പോകരുത്. ഇവിടെ തന്നെയല്ലേ പ്രാഞ്ചേട്ടാ കുഴിച്ചിട്ടുള്ള? ഇവിടെ അല്ല നീ കുഴിച്ചിട്ടില്ലെന്നും ഇത് അവരെ പറ്റിക്കാനാണെന്നുള്ളത് എനിക്കറിയാം. ആ എന്നാ നീ കാണിച്ചാടാ. നടക്ക്. ആ അവിടെ ആയിട്ട് വരും. നടക്കാൻ. വാടാ. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. കുഴിക്കടാ. ഇവിടെയാ കുഴിക്കടാ. ഞാനാ എനിക്ക് ബ്രാഞ്ചി അവസാനിപ്പിക്കാം. ഒരു രൂപമില്ല. കിളക്കടാ. കിളക്കടാ. കിളക്കാൻ. മറ്റത്തിലെ ആര് മരിച്ചു? എന്നെ പറ്റി ഇവിടെ വന്ന് നാടൻ കളിക്കാ. Hands up. അയ്യോ പിടിക്കടാ. പിടിക്കടാ. കളിക്കാൻ ഈ ശവയാളെ കുഴിച്ചു പോടണ്ടേ? എന്നെ കുറെ എന്റെ ത്രേസ്യേ ഇവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തേ. ഇവരുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു പോയിടി. മതി 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 മതി. തല്ലല്ലേ തല്ലല്ലേ മതി. ഞാൻ ശവം ചത്തുപോയി. അതെ നമുക്ക് പിന്നെ പോലീസിൽ ഏൽപ്പിച്ചാലോ? നിന്നൊക്കെ പുറത്തെ ഞങ്ങളെ പോലുള്ളവരെ എങ്ങനെ ജീവിക്കടാ? ആ ഞാൻ പോയിട്ട് പോലീസ്. പൊന്നു സാറന്മാരെ ഞങ്ങളെ പോലീസ് ഏൽപ്പിക്കരുത്. ഏപ്രിൽ ഫൂളാന്ന് കരുതി ഞങ്ങളെ വെറുതെ വിട്ടൂടെ. എങ്ങനെ ഉണ്ടടാ ഈ ഏപ്രിൽ പൂള്?
എടാമേ ഒരു തവണത്തേക്കും കൂടി ഒന്ന് ക്ഷമിച്ചൂടെ? പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. വേറെ ആരുമില്ല, എന്റെ അനീത്തിയല്ലേ പെട്ടിയോട്ടം അടിച്ച് മരിച്ചു നീ മഹാഭാബി പറഞ്ഞത്. എന്റെ ഇളയമ്മ അത് ഏപ്രിൽ ഫുൾ ആയോണ്ടല്ലേ. ഏപ്രിൽ ഫുൾ അമ്മയുടെ ഞാൻ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്താ പറയാ? ഏളാമേ, ഏളായപ്പം ചെയ്ത് തെറ്റന്നെ. ഏപ്രിൽ ഫുള്ളാന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസങ്ങൾ ചെയ്യാന്ന് വെച്ചാ അത് ശരിയാവില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ ബ്രാഞ്ചി. ഞാൻ ഇല്ലാത്ത കാശ് പിടിച്ച് ഓട്ടോ പിടിച്ചു മറ്റത്തി എന്ന് നെഞ്ചത്തടിച്ച് നൊലോളിച്ച് നോക്കുമ്പോഴേ മുന്നിൽ ഒരു കോട്ടോ ഇല്ലാണ്ട് നിക്കണേ എന്റെ അനിയത്തി. കണ്ടാ എന്റെ കരച്ചിൽ കേട്ടപ്പോ അവര് കരുതിയേ ഈ മനുഷ്യൻ തട്ടിപ്പോയിട്ട് ഞാൻ കരയണാണെന്നോ. അപ്പൊ എളയപ്പം തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എളയമ്മക്കാരയൂലേ? ആൾക്കാരെ ബോധിപ്പിക്കണ്ടടിയെ. ഓരോരുത്തരുടെ വർത്തമാനം കേട്ടേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഓർക്കണം. ഇപ്പൊ എന്തൊക്കെയോ ആചാരങ്ങളാണെന്നേ. പ്രേമിക്കാൻ ഒരു ദിവസം, ഇടയ്ക്ക് പറ്റിക്കാൻ ഒരു ദിവസം. ഇതൊക്കെ കണ്ടുപിടിക്കണവൻ ആദ്യം തന്നെ. കണ്ടുപിടിക്കണവരെന്തിനാടി തല്ലണ്? അത് ചെയ്യണവരല്ലേ തല്ലണ്ട്. മതി മതി. ഇത്രയൊക്കെ ദിനം ഉണ്ടാക്കിയവർക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ ഭാര്യമാർക്ക് ഒരു ദിനം എന്താ ഉണ്ടാക്കാത്ത? നടക്കാത്ത കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ദിനം കണ്ടുപിടിക്കില്ലേളാപ്പാ.